മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പുതിയൊരു അവസരം കൂടി നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കുള്ള പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓപ്പൺ ആകാനായിട്ട് ഇരിക്കുകയാണ്. കമ്പൈൻഡ് മെട്രിക് ലെവൽ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് ഷോർട്ട് നോട്ടീസ് ആണ്. ഉടനടി വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ്. സി നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റസിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഗ്രൂപ്പ് സി മാത്രമല്ല ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ, പല പോസ്റ്റുകൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അത് കാന്തി വില്ലേജ് ഇൻഡസ്ട്രി ബോർഡിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 200ന്റെ അടുത്തോളം ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്, 200ന്റെ അടുത്തോളം ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആൻഡമാൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇത്. സർവേയർ പോസ്റ്റ് ആൻഡമാൻ പബ്ലിക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് വന്നത് കാണാൻ സാധിക്കും. പിന്നെ ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് വന്നത് കാണാൻ സാധിക്കും. മസ്തൂർ പോസ്റ്റ് ആണ്. ഇതിനൊക്കെ 10ാം ക്ലാസ് മതി. മസ്തൂർ കം അറ്റൻഡന്റ് പോസ്റ്റ് ആണ്. ലെവൽ 1 ആണ് ഇതിൻ്റെയൊക്കെ പേ സ്കെയിൽ. ലെവൽ 2 പേ സ്കെയിലുള്ള പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ലെവൽ 4 ഉണ്ട്. ലെവൽ 5 സെക്യൂരിറ്റി ഇൻസ്പെക്ടർ പോസ്റ്റ് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. സെക്യൂരിറ്റി ഇൻസ്പെക്ടർ പോസ്റ്റും വരുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ തന്നെയാണ്. ലെവൽ 5 ആണ് ഇതിൻ്റെയൊക്കെ സാലറി സ്കെയിൽ വരുന്നത്. പിന്നെ ഫോറസ്റ്റ് ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഏറെ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ നോക്കുന്ന മിനിമം 10th ആയിരിക്കും ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ പോസ്റ്റിന്റെ കമ്പൈൻഡ് മെട്രിക് ആണ്, 10ാം ക്ലാസ് ലെവലാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ SSCയിൽ നമ്മൾ കാണാറുണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ കാണാറുണ്ട്. ഇത് കമ്പൈൻഡ് മെട്രിക് ലെവൽ എക്സാമിനേഷൻ ആണ്. അതായത് 10ാം ക്ലാസ് ലെവലിലുള്ള പോസ്റ്റിൻ്റെ എല്ലാ പരീക്ഷയും കൂടി ഒരുമിച്ച് നടത്തുന്നതാണ്. അപ്പോൾ അതിൽ എത്ര കൂടുതൽ മാർക്ക് വാങ്ങുന്നു അങ്ങനെ അനുസരിച്ച് നമുക്ക് പോസ്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത്. മുമ്പോട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുണ്ട്. സർവേയർ പോസ്റ്റ് ഉണ്ട്, അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ്. സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് തന്നെയാണ് പറയുന്നത്. ലെവൽ 2 ആണ് പേ സ്കെയിൽ. അപ്പോൾ ഇവിടെ തന്നെ 20 പോസ്റ്റുകൾ ഇവിടെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത്ര നേരം പറഞ്ഞത്. ഡെപ്യൂട്ടി കമ്മീഷണർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. കമ്പ്യൂട്ടർ പോസ്റ്റിലേക്ക് വന്നത് കാണാൻ സാധിക്കും. റവന്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡ്രൈവർ പോസ്റ്റ്, അങ്ങനെ നിരവധി പോസ്റ്റുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് 194ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 200 പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. 194ഓളം പോസ്റ്റുകളുണ്ട്. ഏകദേശം 1535 പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത്. അത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വേക്കൻസിയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് അപേക്ഷ തുടങ്ങാൻ പോകുന്നതുള്ളൂ. ഈ വെബ്സൈറ്റിലൂടെ ആയിരിക്കും നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഏജിൻ്റെ കാര്യം ഡിഫറെൻറ്റ് മാനറിലാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാനായിട്ട് 18 to 13 ഇയേഴ്സ് വരെ പറ്റും. അത് ഗ്രൂപ്പ് ബി ഇവിടെ കാണാൻ സാധിക്കും പോസ്റ്റുകളിലേക്കാണ്. പിന്നെ ചില പോസ്റ്റ് മെയിൽസിന് മാത്രമായിട്ട് 18 to 33 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക്. ഫീമെയിൽസിന് ചില പോസ്റ്റുകളിലേക്ക് 18 to 38 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 38 വയസ്സാണ് കേട്ടോ പറയുന്നത്. പിന്നെ അത് കൂടാതെ SC ST ഒക്കെ ആകുമ്പോൾ അതിൻ്റെയും ഏജ് റിലാക്സേഷൻ ഉണ്ട് 5 വർഷം. OBC ആകുമ്പോൾ വീണ്ടും 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഏജ് റിലാക്സേഷൻ കൂടി നമുക്കിവിടെ ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതുമാണ്. പിന്നെ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 100 rupees ആപ്ലിക്കേഷൻ ഫീസായിട്ട് എടുക്കുന്നുണ്ട്. എക്സെപ്റ്റ് ഫീമെയിൽ SC ST ഒന്നും ഫീസ് അടക്കേണ്ട. ഫീമെയിൽ ST ഉദ്യോഗാർത്ഥികളാണ് കേട്ടോ, അവരൊന്നും ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്നൊരു കാര്യം പ്രത്യേകം ഇവിടെ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ SSCൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസിന്, അതായത് ഈ 2 സെക്ഷന് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കും വെച്ച് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് ഇവിടെ നൽകുന്നത്. ഇവിടെ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചാണ് നൽകുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 120 മാർക്കിൻ്റെ എക്സാം ആണെന്നും കൂടി കാണാൻ സാധിക്കുന്നതാണ്. സോ നല്ല മികച്ചൊരു അവസരം മുന്നിലേക്ക് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 8/6/2026 അപേക്ഷ തുടങ്ങും. 28/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ തുടങ്ങുമ്പോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.